ഒരു കലത്തിൽ അരി ഇട്ടിട്ട് വെക്കൂല അപ്പം ഒരു പമ്പറിന പെണ്ണും എങ്ങനെയാണ്. ചോറൊന്നും നമുക്ക് വെച്ചിട്ടില്ല, ആകെ ഉള്ളതായത്. ഞാനത് തടകിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് എടുത്തിയാണ് അത് തിന്നോ ഉപ്പും പറഞ്ഞങ്ങാൻ കൂട്ടിയിട്ട്. ഞാൻ എന്നാ വേണ്ടത്? എനിക്കില്ലേ? നിങ്ങൾ എൻ്റെതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഗുളികയും മരുന്നെല്ലാം കുടിക്കണ്ടേ, അതുകൊണ്ട് അത് കുടിക്ക്. ഇതായിട്ട് നിങ്ങൾക്ക് ഈ ചോറ് കിട്ടീനി? ഞാൻ പെണ്ണിനെടുത്ത് വെച്ച ചോറല്ലേ ഇത്? രാവിലെ തിന്നതല്ലേ, പിന്നെ എന്തിനാ ഈ ചോറ് എടുത്ത് കൊടുത്തു നിങ്ങള്? കുട്ടിക്ക് കൊടുക്കണ്ട? ഓ, സ്വന്തം എടുത്ത് വെച്ചാലും കാണും. തിന്നല് തന്നെ തനിയനെ കിട്ടുന്നൊന്നല്ല. എടി പഠിക്കങ്ങനെ പോരാ, നിങ്ങൾക്ക് കടന്നെടുക്കാൻ പോയി നിക്കറാ ഇവിടെ തന്നെ എപ്പോ അടവ് തന്നെ. ഏടത്തെ കൈ പോതപ്പാട് എണീച്ചിട്ട് ഈ കൊയച്ചിട്ടിൽ ആര് തിന്നാനാ? കാണുന്നില്ല അറപ്പാന്ന് പറഞ്ഞ് തിന്നാടുന്ന് ഇവിടെ കളയാനും അരിയും ചോർന്നില്ല. എന്തിനാണ് മോളെ അച്ഛനോട് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ മുണ്ടോണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. നീയല്ല എത്ര ചോറ് കളയുന്നുണ്ട്, ഇത് അത്രയോള് പറയുന്ന കേട്ടിട്ട് ആദ്യം തിന്നാനാ നിങ്ങൾ വന്നിനി. പോയിട്ട് അയാറെ തങ്ങാനിരിക്ക്. പറയുന്ന പോലെ കേട്ടിട്ട് രണ്ടൊക്കെ നിക്കാൻ കഴിഞ്ഞിട്ട് നിന്നാ മതി, അല്ല ഇപ്പൊ ഇറങ്ങിക്കോ. ഇത് അന്റെ വീടാന്ന്, അന്റെ മോ സോപ്പ് ഇട്ടിട്ടാന്ന് അന്ന് ഞാൻ ഓനെ ഒപ്പിട്ട് കൊടുത്തിനി. എന്നിട്ട് എഴുതി വാങ്ങിയതല്ലേ നിങ്ങള്, എന്നേന്റെ ഒപ്പല്ലേ നിങ്ങളെ വീടായേ. മോൻ വന്നിട്ട് ഓൻ പറയട്ടെ, എന്നിട്ടാകുമ്പോ നമ്മൾ ഇറങ്ങാം, അല്ലാണ്ട് നീ പറഞ്ഞിട്ട് ഇറങ്ങി പോവാനാവൂല. എന്നാന്ന് കൊറേ സമയല്ലേ കേൾക്കുന്നത്, എന്നാ പ്രശ്നം? ഒരു പോങ്ങ ചോറ് കൊടുത്തേനാന്ന് മോനെ ഇവള് കണക്ക് പറഞ്ഞിട്ട് നമ്മളോട് ഇറങ്ങി പോകാൻ പറയും. എന്തെന്ന് ചെയ്യാനാന്ന്? നിങ്ങളോട് രണ്ടാളോട് അന്നേ ഞാൻ പറഞ്ഞില്ല അടങ്ങി ഒതുങ്ങിയിട്ട് നിൽക്കേ. ഇവളെ പറ്റക്ക് എന്തിനാ നിങ്ങൾ കയറുന്നേ? ഇറങ്ങിയാട്ടെ രണ്ടോ, ഇത് എന്റെ വീടാന്ന്, ഇറങ്ങിപ്പോ. ഇനി എന്നാ ചെയ്യാല്ലേ, നമ്മളൊരിക്കലും തെറ്റ് പറ്റിപ്പോയില്ലേ. നമ്മൾ അവർക്ക് എഴുതി കൊടുത്തിട്ടല്ലേ അവരെ വായിന്നുള്ളതേറ്റും കേൾക്കുന്നു, ഒരു രക്ഷയും ഇല്ല. ഇതൊന്ന് ചെയ്യാനാണപ്പാ നമ്മളെ ഒരു വിധി. ഇതാ നിങ്ങളെ കെട്ടുമുട്ടും, ഇറങ്ങിപ്പോട്ടെ, ഇറങ്ങിപ്പോ. അമ്മ എണീച്ചാട്ടെ. വേണ്ട അല്ല ഏട്ടാ, അച്ഛനും അമ്മയും നല്ല സോപ്പിട്ടെങ്കിൽ കൂട്ടുകാരും ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ സ്വത്തും മുതലും നിങ്ങൾക്ക് കിട്ടിയ ശേഷം അച്ഛനമ്മനെ പിടിച്ച് പുറത്താക്കിയല്ലേ? അമ്മേനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഏട്ടൻ്റെ അപ്പുറം പോണ്ടാന്ന്. വീട്ടിൽ നിന്ന് കിഞ്ഞങ്ങ് പോയതല്ലേ, ഇപ്പം മനസ്സിലായില്ല അവരുടെ സ്വഭാവം. എന്നാന്ന് മോനെ, നമുക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയല്ലേ? കേട്ട അമ്മ പറഞ്ഞത്, സ്വത്തും മുതലൊന്നല്ല വലുത്, അച്ഛനും അമ്മയാണ്. ഒരു നിമിഷം അവരില്ലാണ്ടിരിക്കണം, ഇന്നലെ തിരികെ. ഞാൻ ഇത്ര നാൾ എങ്ങനെ നിന്നത് നിങ്ങൾക്കറിയാം. എനിക്ക് സ്വത്തും മുതലൊന്നും വേണ്ട, അച്ഛനമ്മനെ മാത്രം മതി. ഞാനങ്ങ് കൂട്ടി പോയിക്കോളും. ഞാൻ അച്ഛനമ്മേന്റെ പേരൊന്നും രണ്ടും അങ്ങോട്ട് വന്നേക്കരുത്. നിങ്ങൾക്ക് കിട്ടാനും കിട്ടിയില്ലേ, ഞാൻ നോക്കിക്കോളൂ അച്ഛനമ്മേനും. വാ അച്ഛാ, അമ്മേ വാ, പോവാ നമുക്ക്. പോട്ടെ മക്കളെ. അമ്മ വരുന്നുണ്ടാ, പിന്നെ അവരെ നോക്കി നിൽക്കുന്നു. വാ.